നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 അനാരോഗ്യത്താൽ ഈ ദൂരയാത്രകളെല്ലാം മാറ്റിവെച്ചും കൊണ്ടുള്ള ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ അഥവാ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. ഒരു പക്ഷേ സ്വല്പം ശമ്പളം കുറഞ്ഞു എന്നൊക്കെ വരാം. എന്നിരുന്നാൽ പോലും ആഴ്ചയിൽ 1-2 ദിവസം ഉദ്യോഗസ്ഥലത്ത് പോവുകയും പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നാഡി നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വസ്ഥങ്ങൾ അനുഭവപ്പെടുവാനും വിദഗ്ധമായിട്ടുള്ള ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വന്നാൽ പോലും പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനമൊക്കെ തന്നെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലാത്തതിനാൽ കഴിഞ്ഞ 6-7 മാസമായിട്ട്, അതായത് 2025 ജൂൺ മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മുതൽ മുടക്കിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇല്ലാത്തതിനാൽ സ്ഥാപനം വിൽപ്പന ചെയ്യുവാൻ തീരുമാനിക്കുവാനും ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുവിധം നല്ല നിലയിലുള്ള വില ലഭിക്കുവാനും സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ 2025 തുടങ്ങിയതായിട്ടുള്ള വിളവെടുപ്പ് 2026 ആദ്യത്തിലും അനുകൂലമായി തീരും. ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം വേണ്ടതാണ്. പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക തുടങ്ങിയവയെല്ലാം തന്നെ അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കുക, എല്ലാത്തിലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുക എന്നത് നിർബന്ധമായിട്ടും ഈ ഒരു വർഷം മാത്രമല്ല പൊതുവെ തന്നെ വേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല അതാത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുവാനും അതിനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിലയിരുത്തി ഒരു പക്ഷേ ദൂരദേശവാസം വേണ്ടി വരുമെങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥാപനത്തിലേക്ക്, വിദ്യാലയങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിച്ചാൽ പോലും ജൂൺ മാസം മുതൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം കുറയും. അതുകൊണ്ട് സ്ഥാപനത്തിൽ സ്വന്തം നടത്തി വരുന്ന സ്ഥാപനമാണെങ്കിലും ഉദ്യോഗസ്ഥലത്താണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ഒരു നിയന്ത്രണവും ധ്രുവീകരണവും തയ്യാറാകുന്നതും പുതിയ ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ജീവിത ചെലവിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ഏതൊരു പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങളും കീഴ് ജീവനക്കാരുടെ പ്രവർത്തന സന്നദ്ധതയും ഒരുപക്ഷെ ബൃഹത് പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ തുടങ്ങി വയ്ക്കുവാനും ഒരുപക്ഷെ 2027 ഒടുവിലോ 2028 ആദ്യം അത് പ്രാവർത്തികമാകുവാൻ സാധിക്കുകയുള്ളൂ, സാമ്പത്തികമായുള്ള വരുമാന മാർഗം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. സാമൂഹ്യ സേവനങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കാനിട വരുമെങ്കിൽ പോലും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം പരാജയം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരമൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നിയന്ത്രണത്തോടു കൂടിയതായുള്ള സമീപനം എന്ന ധാരണ ജീവിത പങ്കാളിയെപ്പോലും പലപ്പോഴും ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുവാൻ അവസരം വന്നു ചേരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് സാംക്രമിക രോഗങ്ങളോ മറ്റു ചിലർക്ക് പകർച്ചവ്യാധിയോ പിടിപെടുവാനിടയുണ്ട്. ജൂൺ മാസം മുതൽ ഡിസംബർ വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ
എല്ലാ കാര്യങ്ങളും 2025 ജൂൺ മാസം മുതൽ പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നുണ്ടെങ്കിൽ പോലും ജൂൺ മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടിയതായുള്ള സമീപനം, ആത്മസംയമനം, അറിവുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അത് അവലംബിക്കുവാനുള്ളൊരു മനസ്ഥിതി ഇവയെല്ലാം തന്നെ നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അസുലഭ നിമിഷങ്ങൾ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. ആധുനിക സംവിധാനങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാവൂ. പലപ്പോഴും ജൂൺ മാസം മുതൽ തുടക്കം കുറിക്കുന്ന പ്രസ്ഥാനത്തിന് സ്റ്റാർട്ടപ്പ് കമ്പനികളിലേക്ക് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും നടത്തി വരുന്നവരുടെ അവർക്ക് കഴിവുള്ള വ്യക്തികളാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇങ്ങനെ സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റത്തിന് അപേക്ഷകൾ നൽകാവൂ അല്ലെങ്കിൽ പ്രവേശിക്കാവൂ. അല്ലാത്ത പക്ഷം ആ സ്ഥാപനത്തിന് നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാനും ജോലി നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാനും കണ്ടെത്തുവാനും പ്രാവർത്തികമാക്കുവാനും സാധ്യതയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിരന്തരമായിട്ട് ക്ഷീണാവസ്ഥകൾ വന്നു ചേരുകയും അവസരങ്ങൾ വളരെ കുറയുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ഉള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. പുരോഗതിയില്ലാത്ത പ്രസ്ഥാനത്തിന് വിൽപ്പന ചെയ്യുവാനോ മറ്റുള്ളവർക്ക് കൈമാറുവാനോ തീരുമാനിക്കുവാനിടയുണ്ട്. സ്വന്തം നിലയിൽ നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ഒരു ധ്രുവീകരണം വേണ്ടി വരുന്ന നിലയിൽ ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുവാനും മറ്റ് ചിലരെ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും അർത്ഥശൂന്യമായിട്ടുള്ള ആശയങ്ങളാണെങ്കിൽ പോലും ഭാവിയിലേക്ക് അതിൻ്റെ അനന്ത സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് ജോലി ഉപേക്ഷിച്ച് പഠിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതും അതിനുവേണ്ടി ചേരുന്നതും നന്നായിരിക്കും. കുടുംബ ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ മാസങ്ങളോളം മക്കളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉള്ള അവസരത്തെ മക്കൾക്കും ആവശ്യമുണ്ടായിരിക്കും. എന്നിരുന്നാൽ അങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. പ്രായോഗിക വിജ്ഞാനവും പ്രവർത്തനക്ഷമതയോടുകൂടിയതായിട്ടുള്ള സന്നദ്ധതയും എല്ലാ കാര്യങ്ങൾക്കും വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഇയർ ബാലൻസിങ്ങിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് സ്വസ്ഥതയും സമാധാനവും സ്വല്പം കുറയുമെങ്കിൽ പോലും വ്യായാമം സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിനാൽ ഏറെക്കുറെ രോഗശമനം വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, സാംസ്കാരികം, കായികം, ഭാരതീയ സംസ്കാരം എന്നീ മേഖലകളിലുള്ള മറ്റുള്ളവരുടെ പുച്ഛമുള്ള അവസ്ഥകളുണ്ടെങ്കിൽ പോലും അതിനൊരു ന്യായീകരണം നൽകിയത് കൊണ്ടൊന്നും സ്വീകാര്യത വന്നു ചേരുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തം പ്രയത്നവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാനും ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും ആവിഷ്കരിക്കുവാനും അവസരമുണ്ടാകും. എന്നാൽ ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും. അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. ഇതാണ് 2026 പൂരോരുട്ടാതി നക്ഷത്രം ജനിച്ചവരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.